99% ക്വാളിറ്റി അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധപ്പെട്ടവരെല്ലാം അത് നല്ലതാണെന്ന് പറയും. അതായത് 99% നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അടിപൊളി ക്വാളിറ്റിയാണ്. ബാക്കി 1% ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു പരിപാടിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഞാൻ ചില നമ്പേഴ്സ് ഒന്ന് പറയാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. 99% ക്വാളിറ്റിയിൽ നിങ്ങൾ ഒരു കൊറിയർ കമ്പനിയാണെങ്കിൽ നിങ്ങൾ ഡെലിവർ ചെയ്യുന്ന 3 ലക്ഷത്തോളം കൊറിയറിൽ 3000 കൊറിയേഴ്സോളം ഡെലിവർ ആവാതെ പോകും. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ കമ്പനിയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ 5 ലക്ഷം പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് 4100 പ്രാവശ്യം റീസ്റ്റാർട്ട് ആവാതെ ക്രാഷ് ആവും. നിങ്ങൾക്ക് ഒരു TV ചാനലാണുള്ളതെങ്കിൽ ഓരോ ആഴ്ചയും നിങ്ങളുടെ TV ചാനലിൽ 1.68 മണിക്കൂറോളം പ്രോഗ്രാമേ ഇല്ലാതിരിക്കും. ഇതൊക്കെയാണ് 99% ക്വാളിറ്റി കാരണം നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങൾ. ഇതേ 99% ക്വാളിറ്റിയെ നമ്മൾ 99.997% ക്വാളിറ്റിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ 3000-ഓളം ഡെലിവർ ആവാത്ത കൊറിയർ പാക്കേജസ് വെറും 2 കുറയും. 4100 പ്രാവശ്യം റീസ്റ്റാർട്ട് ആവാതെ ക്രാഷ് ആവുന്ന നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സ് വെറും 1 കുറയും. നിങ്ങളുടെ TV ചാനലിൽ 1.68 മണിക്കൂർ ഓടാതിരുന്ന പ്രോഗ്രാം വെറും 1.8 സെക്കൻഡായി കുറയും. ഇതാണ് 99% ക്വാളിറ്റിയും 99.997% ക്വാളിറ്റിയും തമ്മിൽ വരുന്ന ഒരു വ്യത്യാസം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 2 പാഠങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ 99% ക്വാളിറ്റിയിൽ തൃപ്തരാവാതിരിക്കുക, 100% ക്വാളിറ്റിയിലേക്ക് എപ്പോഴും എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 100% ക്വാളിറ്റി നമുക്കെപ്പോഴും എത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് ചുറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ക്വാളിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അത് സാധ്യമല്ല. പക്ഷേ 99.997% 997% ക്വാളിറ്റിയിലേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് നമ്പറാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡേറ്റ നിങ്ങൾ നോക്കുമ്പോൾ ഒരു രീതിയിലൂടെ മാത്രം ഡേറ്റ നോക്കാതിരിക്കുക, പല രീതിയിൽ നിങ്ങൾ ഡേറ്റ നോക്കുക. നിങ്ങൾ പെർസെൻറ്റേജ് ആണ് നോക്കുന്നതെങ്കിൽ പെർസെൻറ്റേജ് മാത്രം നോക്കാതിരിക്കുക, ആക്ച്വൽ നമ്പേഴ്സ് നോക്കുക. നമ്മൾ 99% ക്വാളിറ്റി എന്ന് പറയുന്നത് 3000-ഓളം കൊറിയേഴ്സ് ഡെലിവർ ആവാതെ പോകുന്നതാണ് അതിൻ്റെ ആക്ച്വൽ നമ്പേഴ്സ്. നിങ്ങൾ ആക്ച്വൽ നമ്പേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് പെർസെൻറ്റേജ് കൂടെ ഒന്ന് നോക്കുക. റൗണ്ട് ഓഫ് ഏതാണ് നമ്പർ നോക്കുന്നതെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാതെ നോക്കുക. അതുകൊണ്ട് ഡേറ്റ പല രീതിയിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ഒരു രീതിയിൽ മാത്രം നോക്കാതെ പല രീതിയിലും നിങ്ങൾ ഡേറ്റയെ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള പെർഫോമൻസിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത്.